സംസ്ഥാനത്തെ വന്യജീവി ശല്യം രൂക്ഷമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും പുതിയ പട്ടിക വനംവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ആകെയുള്ള 9 തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിരൂക്ഷമായ തരത്തിൽ വന്യജീവി ശല്യമുള്ള മേഖലകളായി വനംവകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. 9 എണ്ണത്തിൽ 7 തദ്ദേശ സ്ഥാപനങ്ങളും വയനാട്ടിൽ ആണെന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പ്രസിദ്ധീകരിച്ച മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും നിവാരണവും എന്ന നയസമീപന കരടുരേഖയിലാണ് ഈ കണക്ക്. ബത്തേരി, മാനന്തവാടി, നൂൽപ്പുഴ, പനമരം, തവിഞ്ഞാൽ, തിരുനെല്ലി, തൊണ്ടർനാട് പഞ്ചായത്തുകളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇടുക്കിയിലെ കുട്ടമ്പുഴ, മംഗുളം പഞ്ചായത്തുകളാണ് വയനാടിന് പുറമെയുള്ള മറ്റ് അതിതീവ്ര മേഖലകൾ. ആകെ 26 തദ്ദേശ സ്ഥാപനങ്ങളുള്ള വയനാട്ടിൽ 23 രൂക്ഷമായ വന്യമൃഗശല്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണ്. തീവ്ര മേഖലകൾക്ക് പുറമെ സംഘർഷബാധിത പ്രദേശങ്ങളുടെയും വന്യമൃഗ ഭീഷണിയുള്ള പ്രദേശങ്ങളുടെയും പട്ടിക പുറത്തുവന്നിട്ടുണ്ട്. പുൽപ്പള്ളി, മീനങ്ങാടി, മുള്ളംകൊല്ലി, പൂതാടി, വെള്ളമുണ്ട പഞ്ചായത്തുകളാണ് സംഘർഷബാധിത പ്രദേശങ്ങൾ. അമ്പലവയൽ, കോട്ടത്തറ, മേപ്പാടി, പടിഞ്ഞാറത്തറ, പൊഴുത്തന, തരിയോട്, വൈത്തിരി, വെങ്ങപ്പള്ളി, മുട്ടിൽ, മൂപ്പേനാട് എന്നിവിടങ്ങളിലും വന്യമൃഗശല്യമുള്ളതായി വനംവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭയിലും മിതമായ രീതിയിലാണ് വന്യമൃഗശല്യം. തീവ്ര സംഘർഷബാധിതം എന്നിങ്ങനെ വന്യജീവി സംഘർഷത്തിന്റെ രൂക്ഷത അടിസ്ഥാനമാക്കിയുള്ള പട്ടികയിൽ സംസ്ഥാനത്തെ 30 തദ്ദേശ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഇതിൽ ഉൾപ്പെടുത്തിയ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ വയനാട്ടിൽ നിന്നും മാത്രം 11 തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഹോട്ട്സ്പോട്ടുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ജില്ലയും വയനാടാണ്. പൊതുജന പങ്കാളിത്തത്തോടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ വന്യജീവി ശല്യം ലഘൂകരിക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം.